ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരമൊരു പരിപാടി ആലോചിക്കുന്നതിന് പിന്നിലുള്ളൊരു പ്രേരണ ഈ സമീപകാലത്ത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. നമ്മളെ മക്കൾ, രക്ഷിതാക്കൾ, ഗ്രാൻഡ് പാരൻസ്, സമൂഹം, വിദ്യാലയങ്ങൾ, കേരളത്തിലെ പ്രത്യേക അവസ്ഥ നേരത്തെ ഇവിടെ ഒരു ഗ്രാൻഡ് പാരൻ്റ് സൂചിപ്പിച്ചു. അഡിക്ഷൻസ്. ഈ അഡിക്ഷൻ എന്നുള്ളത് ഡ്രഗ്സ് മാത്രമല്ല, അമിതമായിട്ട് എന്തുപയോഗിക്കുന്നോ, എന്തിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നോ അത് അമിതമാവുന്നതെല്ലാം അഡിക്ഷനാണ്. ഡ്രഗ്സ് മാത്രമല്ല അഡിക്ഷൻ. 24 മണിക്കൂറും മൊബൈൽ യൂസ് ചെയ്യുന്നത് അഡിക്ഷനാണ്. 24 മണിക്കൂറും TV കാണുന്നത് അഡിക്ഷനാണ്. 24 മണിക്കൂറിൽ പകുതി സമയം മുഴുവൻ ഗ്രൗണ്ടിൽ ചെലവഴിക്കുന്നത് അഡിക്ഷനാണ്. ആരോടെങ്കിലും മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഡിക്ഷനാണ്. സ്വന്തം റൂമിൽ ഒതുങ്ങിക്കൂടുന്നത് അഡിക്ഷനാണ്. ഒരു തരത്തിലുള്ള അഡിക്ഷനാണ്. ഈ അഡിക്ഷനൊക്കെ ക്രമേണ ചെന്നെത്തിക്കുന്നത് ഡിപ്രഷനിലേക്കും പിന്നെ എല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരവസ്ഥയിലേക്കുമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ തോമസ് സാറും നമ്മൾ കൂടിയാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് ഒരു ഇൻ്റർവെൻഷൻസ് നടത്തേണ്ടത് സ്കൂൾസാണ്, വിദ്യാലയങ്ങളാണ് എന്നുള്ള തിരിച്ചറിവും. ഈ വിദ്യാലയങ്ങളിലാണ് നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളുള്ളത്, നമ്മളെ ഭാവി ഉള്ളത്. അവിടെ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഡീവിയേഷൻസും നെഗറ്റീവ് ഡിസ്ട്രാക്ഷൻസും നെഗറ്റീവ് ഡീവിയേഷൻസും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ചുറ്റിൽ നിൽക്കുമ്പം ഒരു നെഗറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് തെറ്റും ശരിയും മനസ്സിലാക്കി ശരി ചെയ്യുന്നത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മുമ്പിലുള്ളൊരു വെല്ലുവിളി. ശരി മാത്രം തിന്മയും നന്മയും അറിയുക, എന്നിട്ട് നന്മ ചെയ്യാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക, ബോധവാന്മാരാക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു ചർച്ചയിൽ വന്ന ഒരു കാര്യം, ഇന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഈ ലോകത്ത് തന്നെ എല്ലാം നമ്മൾ നോക്കിയാൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. എല്ലാം ഒരു ബന്ധമാണ്. അപ്പോൾ നമ്മൾ രാവിലെ പത്രം കൊണ്ടുവരുന്ന പത്രം, നമ്മളും വായിക്കുന്ന പത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. അന്ന് രാവിലെ വേറെ പത്രം മാറിയാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ട്. കൊണ്ടുവരുന്ന പാൽക്കാരനുമായിട്ട് 2 വാക്ക് സംസാരിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് പണ്ടത്തെ കാലമാണ് കുട്ടികൾ പറഞ്ഞ പോലെ. അപ്പോൾ ഈ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട്, അധ്യാപകരുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധങ്ങൾക്ക് അകലം വന്നു. പരസ്പര സംഭാഷണങ്ങളോ കോൺവെർസേഷൻസോ ഷെയറിങ്ങോ പങ്കുവെക്കലോ അതിൻ്റെ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ടതാണ് ഒരു പ്രധാന കാരണം. അതിൽ ടെക്നോളജി എങ്ങനെ പോസിറ്റീവായിട്ട്, ടെക്നോളജി വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രോഗ്രാമിംഗ് ഇന്നത്തെ കാലത്ത് ഉള്ള ഈ ഒരു കാലത്ത് അത് വന്നു കഴിഞ്ഞു. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ റിയാലിറ്റീനെ ഫേസ് ചെയ്യാൻ, അതിനെ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും നമ്മൾ രക്ഷിതാക്കൾ വളരാത്തതാണ് ഒരു പ്രശ്നം. അപ്പോൾ അത് വേണ്ട എന്ന് വെക്കാൻ എളുപ്പമാണ്, പക്ഷെ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് സാധ്യമല്ല. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ് കുറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ പല പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. ഇപ്പം കേരളത്തിൽ തോമസ് സാർ നേരത്തെ സംസാരിക്കുകയുണ്ടായി, പുതിയൊരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി പ്രത്യേകിച്ചും കേരളത്തിൽ നിലനിൽക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ലോൺലിനെസ് എപ്പിഡമിക്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തത. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് മാത്രമല്ല ഏകാന്തത അനുഭവിക്കുന്നത്, കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഏകാന്തത. അവർക്ക് ആരോടാണ് പോയി സംസാരിക്കേണ്ടത്? ധൈര്യപൂർവം വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ആരോട് പോയി പങ്കുവെക്കും എന്നുള്ളൊരു ചോദ്യം കുട്ടികളുടെ മുമ്പിലുണ്ട്. ഗ്രാൻഡ് പാരൻസിൻ്റെ മുമ്പിൽ, അവരെ മുമ്പിൽ പേരക്കുട്ടികളും ഇല്ല, അവരെ മക്കളുമില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞ വീടുകളിലെന്ന് തോന്നുന്നു. ഈ ഗ്രാൻഡ് പാരൻസിന് അവർക്ക് വേണ്ടത് സൗകര്യങ്ങളോ, മക്കൾ കൊടുത്തയക്കുന്ന സമ്പാദ്യമോ കാശോ മറ്റ് സൗകര്യങ്ങളോ വസ്ത്രങ്ങളോ ഭക്ഷണമോ അല്ല. അവർക്ക് ഏറ്റവും വേണ്ടത് എന്താ? സമയമാണ്. മക്കളുടെ സമയം. ഒന്ന് അടുത്ത് വന്നിരിക്കാനും ഒന്ന് തൊട്ട് തലോടി സംസാരിക്കാനും ഈ സമയം ഇന്ന് ആർക്കുമില്ല. പകരം എല്ലാം പണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ജീവിതം.
ഇന്നും നമ്മൾ ഒരു പുതിയ സാധ്യത, ബിസിനസ് സാധ്യത തെളിഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ, വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിയുള്ള വീടുകളിൽ അത്യാവശ്യം ഗൾഫിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്ക് കാശുണ്ടാവും. അപ്പോൾ ഒരു ബിസിനസ് വെഞ്ചർ തുടങ്ങാൻ സാധ്യതയുള്ള ഒരു കാര്യം നമ്മൾ തമാശ രൂപേണെന്ന് പറയണ്ടായി. ഇത്തരം വീടുകളിലെ ഗ്രാൻഡ് പാരൻസിനോട് പോയി സംസാരിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ കേട്ട് അവർ മറുപടി പറയാനും അവർക്ക് പാട്ട് പാടിക്കൊടുക്കുകയാണെങ്കിൽ പാട്ട് പാടിക്കൊടുത്ത് അവരോട് ഒത്ത് സമയം ചെലവഴിക്കാനും ഒരു കമ്പനി ഓപ്പൺ ചെയ്യുക, അതിന് മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് സാധ്യതകൾ വരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരം നമ്മുടെ മക്കളിലൂടെ ഇത്തരം വെല്ലുവിളികൾ, ഇത്തരം സാഹചര്യങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ ഒരു സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തലമുറകളുടെ സംഗമം അല്ലെങ്കിൽ ഇൻ്റർ ജനറേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു പേരിലൊരു വർക്ക്ഷോപ്പ് ഇവിടെ ഇന്ന് ആദ്യമായിട്ട് നടത്തിയത്. 2-3 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. ഇത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നോ വിജയിക്കുമെന്നോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിനൊരു തുടക്കം കുറിച്ചു എന്നുള്ളതിലാണ് നമ്മൾ സംതൃപ്തി ഇന്ന് കാണുന്നത്. ഇതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് സംഭാഷണങ്ങളും ഡയലോഗ്സും പരസ്പരം സമയം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് അത്യാവശ്യമായി ഇരിക്കണം. കാരണം ആർക്കും ഒന്നിനും സമയമില്ല. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം മാറി. ഇന്നത്തെ മക്കൾക്ക് ജോയിൻറ്റ് ഫാമിലി എന്താ എന്ന് പോലും അറിയില്ല. ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും സുഖങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ അത് മാറി ന്യൂക്ലിയർ ഫാമിലിയായി, അച്ഛൻ അമ്മ മക്കൾ എന്നുള്ളതായി. ഇപ്പം അതും വിട്ടു, ഇപ്പം ന്യൂക്ലിയർ ഫാമിലി വിട്ടു. അതിലപ്പുറത്തേക്ക് ഇപ്പം ഞാനും എൻ്റെ മൊബൈലും എന്ന് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. എല്ലാത്തിനും ഉത്തരം ഗൂഗിൾ തരും. പിന്നെ ആരുടെ ഒരു സഹായം ചോദിക്കാൻ, എനിക്ക് അറിവില്ലാത്തൊരു സംഗതി എൻ്റെ സുഹൃത്തിനോടോ അധ്യാപകനോടോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള കൊളീഗിനോടോ എനിക്കിത് അറിയില്ല, ഇതെന്താണെന്ന് ചോദിക്കാൻ പോലും ഈഗോ കാണിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു വഴി അറിയില്ലെങ്കിൽ ഒന്ന് നിർത്തി തൊട്ടടുത്തുള്ള ആളോട് ഇത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കാൻ മടി കാണിക്കുന്ന അത്രത്തോളം ഈഗോ വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അതാണ് ഈ മനുഷ്യർ തമ്മിലുള്ള അകലം, പരസ്പര വിശ്വാസ ഇല്ലായ്മ. ഇതൊക്കെ നമ്മളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് ഇത്തരം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പല പരിപാടികളും ദയാപുരം ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ്, അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ നടന്നത്. നമ്മൾ ദയാപുരത്ത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഉള്ളതിൻ്റെ ഇൻറ്റൻഷൻ, നീയത്ത്, ഉദ്ദേശം അത് പ്യുവറാണ്. അതിൽ നന്മ മാത്രമേ ഉള്ളൂ, എല്ലാവരുടെയും വളർച്ച മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ശ്രമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.